സോ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മീൻസ് സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. സോ നമുക്കറിയാം സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ സ്റ്റേഷനറി അല്ലെങ്കിൽ റെസ്റ്റ്, നോട്ട് മൂവിങ്, ഇങ്ങനെയുള്ള അർത്ഥമാണ് അതിനുള്ളത്. സോ ചാർജസ് ആർ ഇൻ റെസ്റ്റ്. Charges are in rest. So that means it is a branch of physics which deal about the charges that are in rest. So here നമുക്ക് എന്താണ് ഈ ഒരു ചാർജ് എന്ന് വെച്ചാൽ നോക്കാം. സോ നമ്മളിവിടെ പറഞ്ഞു ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം. സോ അതിനകത്ത് തന്നെ ചാർജ് ഉണ്ട് അല്ലേ? സോ വാട്ട് ഡു യു മീൻ ബൈ ദ ചാർജ്? സോ ചാർജ് ഈസ് ആക്ച്വലി എ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഏതൊരു മാറ്റർ എടുത്താലും, മാറ്റർ എന്ന് വെച്ചാൽ എല്ലാത്തിനും നമ്മൾ മാറ്റർ എന്ന് പറയും അല്ലേ? നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും, എയർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഹൈഡ്രജൻ, നമ്മുടെ ഗ്യാസ് ഉൾപ്പെടെ എല്ലാത്തിനെയും, നമുക്ക് ഒബ്ജക്ട്സിനെ എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് മാറ്റർ എന്ന് പറയുന്നത്. സോ എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈങ് സ്പേസ്, ദാറ്റ് ഈസ് മാറ്റർ. സോ ഈ ഒരു മാറ്ററിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടിയാണ്, എല്ലാ മാറ്ററിലും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ചാർജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും ചാർജ്ഡ് ബോഡി എന്നും അതുപോലെ അൺചാർജ്ഡ് അഥവാ ന്യൂട്രൽ ബോഡി എന്നും വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ചാർജ്ഡ് ബോഡീസും ഉണ്ട്, അതുപോലെ അൺചാർജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ബോഡീസും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ചാർജ്ഡ് ബോഡി അല്ലെങ്കിൽ എന്താണ് ന്യൂട്രൽ ബോഡി എന്ന് നമുക്ക് പറയാം. സോ ന്യൂട്രൽ ബോഡി എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പം നമ്മളൊരു ഒബ്ജക്ട്സിൽ നമ്മൾ പറഞ്ഞു ചാർജ് ഉള്ളതാണ്, എല്ലാ മാറ്ററിലും. മാറ്റർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉണ്ടാവാം. ചാർജിന് 2 ടൈപ്പ് ഓഫ് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ട്. സോ ഈ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ബാലൻസ്ഡ് ആണ്, അല്ലെങ്കിൽ അത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ അൺചാർജ്ഡ് അല്ലെങ്കിൽ ന്യൂട്രൽ ബോഡി എന്ന് വിളിക്കുന്നത്. സോ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ന്യൂട്രൽ ബോഡിയാണ്, നോർമൽ സ്റ്റേറ്റിൽ ഞാനൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? എൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജും അതുപോലെ നെഗറ്റീവ് ചാർജും ഈക്വലാണ്. അപ്പോൾ 10 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് ഈക്വലായിട്ട് 10 നെഗറ്റീവ് ചാർജ് തന്നെ ഉണ്ടാകും. അങ്ങനെ പോസിറ്റീവ് ചാർജും അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ് ഓർ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ഓർ ദ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ്. സോ ഇതാണ് നമ്മുടെ ന്യൂട്രൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചാർജ്ഡ് ബോഡി? ചാർജ്ഡ് ബോഡി എന്ന് വെച്ചാൽ ഇതിൽ 2 ടൈപ്പ് ഓഫ് ചാർജ്ഡ് ബോഡീസ് ആണുള്ളത്. ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബോഡീസ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബോഡി ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി, അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് വെച്ചാൽ എന്താ? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ഇസ് മോർ ദാൻ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് എന്തിനേക്കാളും കൂടുതലാണ്? നെഗറ്റീവ് ചാർജിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ആ ഒരു ബോഡീനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് വിളിക്കുന്നു. സോ വാട്ട് അബൌട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് മോർ ദാൻ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. നെഗറ്റീവ് ചാർജസ് ഓർ ദ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജസ് മോർ ദാൻ പോസിറ്റീവ് ചാർജ്. സോ ഇതാണ് ചാർജ്ഡ് ബോഡിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടു? നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഏത് ബ്രാഞ്ച് ഓഫ് ഫിസിക്സിനെ കുറിച്ചാണ്? യെസ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് ഡീൽസ് അബൌട്ട് ദ ചാർജസ് ദാറ്റ് ആർ ഇൻ റെസ്റ്റ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ചാർജ്? ചാർജ് ഈസ് ആക്ച്വലി എ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. ഇത് നമ്മൾ ന്യൂട്രൽ ബോഡിയും ചാർജ്ഡ് ബോഡി ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ ബോഡി എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ ചാർജ്ലെസ് ബോഡി. ഇറ്റ് മീൻസ് the positive charge is equal to negative charge or the amount of positive charge is equal to negative. So now it is in a balanced state. Then what about the charged body? Charged body maybe it is positively charged body or negatively charged body. So positively charged body means positive charge is more than negative charge, and negatively charged body means negative charge may be more than positive charge. Okay, so here you can see that ഇവിടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരൊറ്റ ആറ്റത്തിനെയാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. സോ ഇതുണ്ടോ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റമാണ് ഇതിലുള്ളത്, ന്യൂട്രൽ ആറ്റം. Okay, so here is a neutral atom. ഈ ഒരു ന്യൂട്രൽ ആറ്റത്തിൽ ഞാൻ
ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കൊടുക്കുകയാണ്. സോ ഇവിടെ 6 ഇലക്ട്രോണും 6 പ്രോട്ടോണും ആണ് ഉള്ളത്. അതിലേക്ക് ഞാൻ എന്താണ് ഒരു ഇലക്ട്രോണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ്. സോ അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ആറ്റത്തിന്? യെസ്, ആറ്റത്തിന് ഇവിടെ 7 ഇലക്ട്രോണും അതുപോലെ 6 പ്രോട്ടോണുമായിട്ട് മാറും. 7 ഇലക്ട്രോണും 6 പ്രോട്ടോണുമായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഒന്നും കൂടെ പറയാൻ, അത് നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ 6 പ്രോട്ടോൺസും ഉണ്ട്. അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഞാൻ 1 ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നു. സോ ദാറ്റ് ടൈം ഇറ്റ് ബിക്കം 7 ഇലക്ട്രോൺ ആൻഡ് 6 പ്രോട്ടോൺ ആയിട്ട് വരും. ഇനി അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആണ് അല്ലേ. സോ ഇവിടുത്തെ ചാർജ് +1 ആണ് ഇവിടുത്തെ ചാർജ് വരിക. ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആണ്, ഒരു ഇലക്ട്രോണെയാണ് ആഡ് ചെയ്തത്. സോ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് +1 ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ചാർജാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഏത് ചാർജാണ് ഉള്ളത് നിങ്ങൾ നോക്കിയറിയാം. സോറി, ഇവിടെ പ്ലസ് അല്ല, ഇവിടെ നെഗറ്റീവാണ് വരുന്നത് കേട്ടോ. അക്സെപ്റ്റീവും നെഗറ്റീവാണ് വരുന്നത്. സോ -1 ഇലക്ട്രോൺ എന്ന് പറയുന്ന ചാർജാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും, ഇവിടെ നെഗറ്റീവ് ചാർജാണ് കൂടുതൽ അല്ലേ. 7 ഇലക്ട്രോൺസ് ഉണ്ട്. 7 ഈസ് ഗ്രേറ്റർ. 7 ഇലക്ട്രോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിനേക്കാളും കൂടുതലാണ്. സോ ദാറ്റ്സ് വൈ വി ക്യാൻ ടെൽ ദാറ്റ് ഇലക്ട്രോൺ നമ്പർ ഈസ് മോർ ദാൻ പ്രോട്ടോൺ നമ്പർ. യെസ് നോ, ഇലക്ട്രോൺ നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺ നമ്പറേക്കാളും കൂടുതലാണ്. Electron number is greater than proton number. So negative charge is more than positive charge. So ഏത് ബോഡി ആയിരിക്കും? ഇറ്റ് ഈസ് എ നെഗറ്റീവ് ചാർജ്ഡ് ബോഡിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു കേസ് 6 ഇലക്ട്രോൺ 6 പ്രോട്ടോൺ, അതേ കേസ് തന്നെയാണ്. 6 ഇലക്ട്രോൺ ഉണ്ട്, 6 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ഇതൊരു ന്യൂട്രൽ ബോഡി കേട്ടോ. നൗ ഇറ്റ് ഈസ് എ ന്യൂട്രൽ ബോഡി. ഇതിലേക്ക് ഞാൻ ഒരു ഇലക്ട്രോണിനെ ലീവ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇലക്ട്രോൺ നമ്മൾ ഒഴിവാക്കുകയാണ്. സോ ആ സമയത്ത് ഒരു ഇലക്ട്രോൺ പോയി അല്ലേ, ഒരു ഇലക്ട്രോൺ ഇതിനകത്തുനിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് എന്തായിട്ട് മാറി നമ്മുടെ ആറ്റം? ആറ്റത്തിൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസേ ഉള്ളൂ. 5 ഇലക്ട്രോൺസും അതുപോലെ എത്ര പ്രോട്ടോൺ ഉണ്ട്? 6 പ്രോട്ടോൺസ്. പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഒരു വ്യത്യാസം വരുന്നില്ല, 6 പ്രോട്ടോൺസും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് +1 ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ +1 ചാർജാണ് വരിക, കാരണം ഒരു ഇലക്ട്രോണിയാണ് നമ്മൾ ഒഴിവാക്കിയത്. അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാലോ, പ്രോട്ടോണിൻ്റെ എണ്ണമാണ് ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനേക്കാളും കൂടുതൽ. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ചാർജ് ഇസ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് ചാർജ്. അങ്ങനെ വരുമ്പോൾ എന്ത് ബോഡി ആയിരിക്കും ഇത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആയിരിക്കും. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് നമുക്കിവിടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു 2 കേസുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ന്യൂട്രൽ ബോഡിയാണ്. ഞാൻ ഇവിടെ എന്നു കാണിച്ചിരിക്കുന്ന ന്യൂട്രൽ ബോഡിയിലേക്ക് ഒരു ഇലക്ട്രോൺ നമ്മൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ അവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബോഡിയാണ് കിട്ടുന്നത്. അതുപോലെ ന്യൂട്രൽ ബോഡിയിലേക്ക് ഒരു ഇലക്ട്രോൺ കളഞ്ഞപ്പോൾ അവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ചാർജുകളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ, ചാർജ്, അതുപോലെ എങ്ങനെയാണ് ഒരു ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് ആകുന്നത്, അതുപോലെ എങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ കേസിൽ അത് പോസിറ്റീവ് ചാർജ് ആകുന്നതൊക്കെ കണ്ടു. ഇനി നമ്മൾ പറഞ്ഞു ചാർജ്, അതിന് എത്ര ടൈപ്പ് ഓഫ് ചാർജ് ഉണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സിംബോളിക്കലി Q എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. സ്മോൾ ലെറ്റർ Q അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ Q വെച്ചിട്ടാണ് നമ്മൾ ചാർജിനെ സിംബോളിക്കലി കാണിക്കുക. അപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളിപ്പോൾ കറണ്ടിനെ I എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് കാണിക്കുന്നത്, അതുപോലെ തന്നെ ചാർജിനെ Q എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ SI യൂണിറ്റ് ഓഫ് ചാർജസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബാണ്. SI യൂണിറ്റ് ഈസ് കൂളംബ്. അതുപോലെ ഇതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെലാർ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഇറ്റ് does not have direction. സോ ചാർജ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇലക്ട്രോൺ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. സോ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? 1.6 × 10⁻⁻19 കുളം. ഈ ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇലക്ട്രോണിൻ്റെ ചാർജാണ് 1.6 × 10⁻⁻19 കൂളമാണ് വരിക. അപ്പോൾ ഇത് മൈനസ് ആണെങ്കിൽ അത് ഇലക്ട്രോൺ ആണ്, പോസിറ്റീവ് ഇട്ടാൽ പ്രോട്ടോൺ. രണ്ടിൻ്റെയും ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്.
ഓക്കെ, അതുപോലെ തന്നെ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്, ഇത് മാസ് ആട്ടോ, മാസ് ഓഫ് ഇലക്ട്രോണിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 9.1 ഇൻറ്റു 10⁻³ കിലോഗ്രാം. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു മാസ് ഉള്ള ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. 9.1 ഇൻറ്റു 10⁻³ കിലോഗ്രാം അതിന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്രൽ ബോഡി ഉണ്ടല്ലേ, ന്യൂട്രൽ ബോഡിയിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്തു. ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് എത്ര വരുന്നു? 9.1 ഇൻറ്റു 10⁻³ വന്നല്ലേ. നമ്മളിവിടെ പഠിച്ചു 9.1 ഇൻറ്റു 10⁻³ കിലോഗ്രാം ഉണ്ട്. അപ്പോൾ അത്രയും അതൊരു ചെറിയ എമൗണ്ട് ആണ്. യെസ്, അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിലും ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്താണ് 1 ഇൻറ്റു ആ ഒരു വാല്യൂ ഇങ്ങോട്ട് ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എന്താ സംഭവിച്ചത്? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആകുമ്പോൾ അതിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ നിന്ന് അത്രയും എമൗണ്ട് ഓഫ് ഒരു ഇലക്ട്രോൺ അത് ലീവായി എന്ന് വെച്ചാൽ 9.1 ഇൻറ്റു 10⁻³ കിലോഗ്രാം അവിടെ നിന്ന് ലീവായി, അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി. ആ സമയത്ത് അവിടുത്തെ മാസ് എന്ത് ചെയ്യും? ടോട്ടൽ മാസ് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിക്ക് ടോട്ടൽ മാസ് കുറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ചാർജിനെ കുറിച്ചും അതുപോലെ ചാർജിൻ്റെ യൂണിറ്റ്, SI യൂണിറ്റ്, ഇങ്ങനെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആണ്. ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒന്നാമത് പറയാൻ വേണ്ടി പറ്റും, ദർ ആർ 2 ടൈപ്പ് ഓഫ് ചാർജസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തെ കാര്യം 2 ടൈപ്പ് ഓഫ് ചാർജസ് ഉണ്ട്, അതുപോലെ സ്കെലാർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടിയാണുള്ളത്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഫസ്റ്റ് വൺ ഈസ് അഡിറ്റിവിറ്റി. ആ പേര് തന്നെ ഉണ്ടല്ലേ, അഡിറ്റിവിറ്റി. അഡിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ചാർജസ് ഉണ്ട് വിചാരിക്കുക, ഒരുപാട് ചാർജസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ചാർജസ് ഉണ്ട്. ഓക്കെ, ഇതൊരു സിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതൊരു എന്തെങ്കിലും ഒരു സ്പിയറോ എന്തെങ്കിലും ആണ് ഇത്രയും ചാർജസ് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സ്പിയറിൻ്റെ ടോട്ടലായിട്ടുള്ള സ്പിയറിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽ ചാർജസിൻ്റെയും സമ്മാണ്. അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ 1, ഇത് 2 കൂളം, ഇത് 3 കൂളം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ടോട്ടൽ സിസ്റ്റത്തിൻ്റെ. ഇപ്പോൾ ഞാനിവിടെ സ്പിയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ സ്പിയറിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിവിടെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. 3 ചാർജസ് അവിടെ തന്നിട്ടുണ്ട്, Q1, Q2, Q3. സോ ഫസ്റ്റ് വൺ ഈസ് Q1ൻ്റെ വാല്യൂ എത്രയാണ്? Q1ൻ്റെ വാല്യൂ +2 കൂളമാണ്. Q2ൻ്റെ വാല്യൂ +3 കൂളം. അതുപോലെ Q3യുടെ വാല്യൂ -1 കൂളം. നമ്മുടെ അഡിറ്റിവിറ്റി അനുസരിച്ച്, പ്രോപ്പർട്ടി ഓഫ് അഡിറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെയാണ്? യെസ്, ഇത് ടോട്ടൽ ചാർജ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു, വി നോ ദാറ്റ് Q1 + Q2 + Q3 ഇങ്ങനെയായിരിക്കും അല്ലേ. Q1 + Q2 + Q3 ആയിരിക്കും. സോ അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. Q1 എത്രയാണ് വാല്യൂ? 2 +2 ആണ്, +3, ദെൻ -1 ആണ് വരിക, -1. സോ ദാറ്റ് മീൻസ് വാട്ട്? 2 + 3 5 -1. സോ ദാറ്റ് ഈസ് 4 കൂളം. ഈ 4 കൂളമാണ് ഇവിടുത്തെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ചാർജ് ഈസ് 4 കൂളം. സോ ഇതാണ് നമ്മുടെ അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറഞ്ഞത്. സോ അഡിറ്റിവിറ്റി ഓഫ് ചാർജ് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും, ടോട്ടൽ ചാർജ് ഓഫ് ദി സിസ്റ്റം വിൽ ബി ആൾജിബ്രായിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. ടോട്ടൽ ചാർജ് ഈസ് ദ ആൾജിബ്രായിക് സം ഓഫ് ദി ഇൻഡിവിജ്വൽ ചാർജസ്. സോ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഡയഗ്രം നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡി നെഗറ്റീവിലെ ചാർജ് ആയിട്ടുള്ള ബോഡി ആയിട്ട് മാറുന്ന ഒരു എന്താ പറയുക, ഒരു പിക്ചറാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ന്യൂട്രൽ ആയിട്ടുള്ള ബോഡിയിൽ എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ഈക്വൽ ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ നമ്പറും അതുപോലെ പ്രോട്ടോണിൻ്റെ നമ്പറുമാണ് ഉള്ളത്. അതിലേക്ക് ഞാൻ
ഒരു ഇലക്ട്രോൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എത്രയായിരുന്നു ചാർജ്? -1 ഇലക്ട്രോൺ ആയി. 2 ഇലക്ട്രോൺ വേണേൽ ആഡ് ചെയ്യാം, 3 ഇലക്ട്രോൺ വേണേൽ ആഡ് ചെയ്യാം, 4 ഇലക്ട്രോൺ ആഡ് ചെയ്യാം, അല്ലേ? അതൊന്നും ഒരു വിഷയമില്ല. ക്യാൻ ഐ ആഡ് 1.2 ഇലക്ട്രോൺ? അതൊരു പോസിബിൾ അല്ലാത്തൊരു കാര്യം, അല്ലേ? അപ്പം എനിക്ക് എന്താ ആഡ് ചെയ്യാം? 1 ഇൻറ്റു നമ്മുടെ ചാർജ് ഓഫ് 1 ആറ്റം എന്ന് പറയുന്നത്, 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻90 ആണ്. സോ 1 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻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 ⁻
നമുക്ക് മനസ്സിലാക്കാം അല്ലേ. 10⁻⁻19 കൂളം, അത് അത്രയും ആഡ് ചെയ്യുന്നു. 3 ഇലക്ട്രോണെ ആഡ് ചെയ്യാം, 4 ഇലക്ട്രോൺ എനിക്ക് ആഡ് ചെയ്യാം. പക്ഷേ എന്താണ്, എനിക്ക് 1.5 അല്ലെങ്കിൽ 1.2 ഇലക്ട്രോൺ, 1.3 ഇലക്ട്രോൺ ഇങ്ങനെയൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. 1 കഴിഞ്ഞാൽ അടുത്തത് 2നെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ 3നെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഈ ഒരു കാര്യത്തിനെ ഞാൻ ഒരു മാത്തമാറ്റിക്കൽ രീതിയിൽ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുക, ഈ ചാർജിന് എല്ലാ വാല്യൂ ഒന്നും പറ്റില്ല അല്ലേ. ചാർജിന് എല്ലാ വാല്യൂകളും പോസിബിൾ അല്ല. ചാർജിന് ഒരു സർട്ടൈൻ വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ഇത് 1 2 3 ഉള്ള വാല്യൂസ് കുഴപ്പമില്ല അല്ലേ. 1 2 3 വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗേഴ്സിന് ഇൻറ്റു ഇതെന്താണ്, ഈ വാല്യൂ എന്താണ്, 1.6 ഇൻറ്റു എന്ന് പറഞ്ഞത് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ അല്ലേ. അത് NE, Q ഈസ് ഈക്വൽ ടു എപ്പോഴും NE ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, Q ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ 1 ഇലക്ട്രോൺ ആഡ് ചെയ്യാം, 2 ഇലക്ട്രോൺ ആഡ് ചെയ്യുക മാത്രമല്ല അതിന് ലീവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. 1 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ അങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ 1.2 എന്ന് പറയില്ല. സോ ദാറ്റ് മീൻസ് വാട്ട്, ഈ ഇലക്ട്രിക് ചാർജ് ഈസ് ഓൾവേസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, സോ ദ ഇലക്ട്രിക് ചാർജ് is always an integral multiple of charge of an electron. Of an electron. ഓക്കെ, സോ ഇനി അടുത്തത് നമ്മുടെ തേർഡ് പ്രോപ്പർട്ടിയാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, എന്നാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്, കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ എനിക്കറിയാം, യു നോ അബൌട്ട് കൺസർവേഷൻ ഓഫ് എനർജി. എന്താ കൺസർവേഷൻ ഓഫ് എനർജി? ഹാവ് യു എവർ ഹേർഡ് അബൌട്ട്? +1 നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed, but it can be transformed from one form to another. സോ അതുപോലെ തന്നെ നമുക്കിവിടെ കൺസർവേഷൻ ഓഫ് ചാർജ് പറയാൻ വേണ്ടി പറ്റും. എന്താണ് ഇലക്ട്രിക് ചാർജ്? നമുക്ക് എനർജിക്ക് പകരം ഇവിടെ ചാർജാണ്. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്. ചാർജിനെ നമുക്ക് പുതിയതായിട്ടൊരു ചാർജിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്. നമുക്ക് പുതിയതായിട്ട് ചാർജസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നെയ്തർ ബി ക്രിയേറ്റഡ്, അതുപോലെ തന്നെ നോർ ബി ഡിസ്ട്രോയിഡ്. വി കനോട്ട് ഡിസ്ട്രോയ്, നോർ ബി ഡിസ്ട്രോയിഡ്, but we can transform from one body to another. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. but we can transform from one body to another. അപ്പം ഞാനിവിടെ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു, ഒരു ഇലക്ട്രോണിനെ ലീവ് ചെയ്തെന്ന് പറയുമ്പോഴും എങ്ങോട്ടത് ലീവ് ചെയ്തത്? ചിലപ്പോൾ വേറൊരു ആറ്റത്തിലേക്കായിരിക്കും ഒരു ഇലക്ട്രോണിനെ കൊടുത്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആറ്റത്തിൽ നിന്നായിരിക്കും ഒരു ഇലക്ട്രോണിനെ കൊടുത്തത്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൽ അവിടെ അതൊരു ടോട്ടൽ സിസ്റ്റമായിട്ട് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. അടുത്തത് നമുക്കറിയാവുന്ന കേസാണ് കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ? നിങ്ങൾക്ക് തന്നെ അത് പറയാൻ വേണ്ടി പറ്റും. എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞത്? എന്താ കണ്ടക്ടർ? നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താ? കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ
ഫ്രീ ഇലക്ട്രോൺസ് ഒരുപാടുണ്ട്. കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ ആറ്റത്തിലൊന്നും ബൗണ്ട് ചെയ്യാത്ത ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതിനെയാണ്, ഫ്രീ ഇലക്ട്രോൺസ് ഒരുപാടുള്ളതിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മോർ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതിനെ നമ്മൾ കണ്ടക്ടേഴ്സ് പറയാം. വാട്ട് അബൌട്ട് ഇൻസുലേറ്റർ? ഇൻസുലേറ്റേഴ്സിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അല്ലെങ്കിൽ വെരി വെരി ലെസ് ഫ്രീ ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കാര്യം വെരി ലെസ് ഫ്രീ ഇലക്ട്രോൺസ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി എന്താണ് കണ്ടക്ടേഴ്സ്? നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ഇറ്റ്. ഓക്കെ, ഇവിടെയോ ഡസിൻറ്റ് അലോ, ഡസ് നോട്ട് അലോ. ഓക്കെ, ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ഇറ്റ്, ഇലക്ട്രിസിറ്റീനെ കടന്നു പോകാൻ വേണ്ടി ഒട്ടും അനുവദിക്കാത്തതാണ് ആര്? ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ. ഓക്കെ, ദെൻ കണ്ടക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു കണ്ടക്റ്റിംഗ് മെറ്റാലിക് ആയിട്ടുള്ള റോഡ് എൻ്റെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ഒരു മെറ്റാലിക് റോഡിലേക്ക് ഞാൻ ഒരു ചാർജിന് ഇവിടെ ഇട്ട് കൊടുത്തു, ഒരു 1 കൂളം ചാർജിന് ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ചാർജ് അവിടെ നിൽക്കില്ല, അതിങ്ങനെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് മൂവ് ചെയ്യും. സോ ചാർജിന് ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബട്ട് ഇൻസുലേറ്ററിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺസ് വളരെ കുറവാണ്. സോ ഇപ്പോൾ ഞാനൊരു 2 കൂളം ചാർജ് വിടുകയാണെങ്കിൽ ഈ ഒരു 2 കൂളം ഇവിടെ തന്നെ നിൽക്കും, അത് റെസ്റ്റ് പൊസിഷനിലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചാണ് അല്ലേ. എന്ന് വെച്ചാൽ അവിടെ ഇൻസുലേറ്റേഴ്സിൽ മാത്രമാണ് ഈ ചാർജസ് മൂവ് ചെയ്യാതിരിക്കുന്നത്. കണ്ടക്ടേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചാർജ് ഇങ്ങനെ ഫ്രീലി മൂവ് ചെയ്യും ബിക്കോസ് ഓഫ് ദി ഫ്രീ ഇലക്ട്രോൺസ്. കാരണം ഇതിങ്ങനെ ചാർജിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടക്ടറും ഇൻസുലേറ്ററിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.